കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. പത്മാവതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ചേതൻ, പോലീസ് ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ആത്മഹത്യ എന്ന് വിചാരിച്ച ഒരു മരണം, അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം എന്ന് വിചാരിച്ചത്, അത് ഏത് രീതിയിലാണ് കൊലപാതകം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്? വിനിഷ, വർഷ, ഈ മാസം 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിലെ കൂത്താളിയിൽ 65 വയസ്സുള്ള പത്മാവതി അമ്മയുടെ മരണമാണ് ഇപ്പോൾ കൊലപാതകം എന്ന് തെളിഞ്ഞത്. ഈ പത്മാവതി അമ്മയെ കൊലപ്പെടുത്തുന്നത് ഈ പത്മാവതി അമ്മയുടെ മകനായ ലിജീഷ് ആണ്. ഈ മാസം 5-ാം തീയതി ഇവരുമായി, ഈ അമ്മയും മകനുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ മേൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മദ്യപിച്ചെത്തിയ മകൻ ഈ അമ്മയെ ഈ തർക്കത്തിന്റെ പേരിൽ കുതിരെ തല്ലുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു. അങ്ങനെ തലക്കടിയേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പോലീസുകാരോട് ഈ മകൻ പറഞ്ഞത്, താൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടപ്പോൾ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഈ വീട്ടിൽ അമ്മയും മകനും തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ബഹളങ്ങൾ നാട്ടുകാർ കേട്ടിരുന്നു. നാട്ടുകാർ ഈ മരണത്തിൽ സംശയം തോന്നുകയായിരുന്നു. നാട്ടുകാരാണ് ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടുന്നതും. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത് പ്രകാരം വിശദമായി മകൻ ലിജീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. വിനിഷ.